മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞോ. പൊതുവെ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിലിരിക്കുന്ന കരിക്കട്ടെ, പിടിക്കല്ലേ? ആ, അതിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാണ്. ആ രഹസ്യം പുറത്തു പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മുതലാളി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടായി ഇപ്പൊ പോലീസ് സ്റ്റേഷനാക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. നീ ബുദ്ധിമാനല്ലേ? അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാൽ അറിയാം. ഉള്ളു വളഞ്ഞു മെലിഞ്ഞവനെന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പോടെ ഇരിക്കട്ടെ, എനിക്കിപ്പൊ മനസ്സിലായി. മുതലാളിക്കപ്പൊ മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണെ സാധനം എടുക്കാൻ എനിക്കൊരു വഴി പറഞ്ഞ. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മനഃപൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ച് അകത്താക്കുന്നു. പിന്നെ സംഗതി എളുപ്പമല്ലേ? മുതലാളി ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി, നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചേർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി ഇറക്കാൻ? ഇയാളെന്തിനാ വഴി അങ്ങനെ ചൂടാവും. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കുറോ, അവരൊന്നിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. കണ്ട? അയ്യോ പോവല്ലേ ചേട്ടാ, പ്ലീസ് വിടോ. വഴക്കുണ്ടാക്ക ആൾക്കാർ കൊണ്ട് ഡ്രൈവറോ തന്റെ അടവാങ്ങിയൊരു അടി തരാം. താൻ പോലീസിന് ഫോൺ ചെയ്യും. പ്ലീസ് ഡയൽ 100. ഞാൻ കാശ് തരാം. അവരെ അറസ്റ്റ് ചെയ്യുന്നു. പ്രാന്തോ ഒന്ന് പോകാം. പ്രാന്തല്ലടോ, വിവരമില്ലാത്തവൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ഇത് സയ്യാസാവും. താൻ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൂടെ നടു റോഡ് വെച്ച് തന്നെ ഒരുത്ത് അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞേ തരോ? പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ല തരില്ല. തരില്ല. പോലിടിച്ചോ. ഇയാൾക്ക് വട്ടേന്ന് ഭ്രാന്ത്, കാമഭ്രാന്ത്. ഭ്രാന്തെടുത്തോണ്ടും കാര്യമില്ല. നിക്കവിടെ. സാരി ഞാൻ ഉരിഞ്ഞെടുക്കാൻ പോവാ. അല്ലെങ്കിൽ മാല ഞാൻ പൊട്ടിച്ചെടുക്കും. കൂടട്ടെ. ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ. ചുമ്മാർക്ക് നിയമം കയ്യിലെടുത്ത് എന്ത് ചെയ്യും? ചേട്ടത്തി പോയ ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. റോഡിലാണോ പാവരിച്ചിറങ്ങുന്നത്? പിന്നെ ഞാൻ വന്നത് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്യില്ല. എന്റെ സ്വഭാവം പറഞ്ഞേ എന്നെ അറസ്റ്റ് ചെയ്യുമോ? ഞാൻ പായി തല്ലാൻ എടുത്തോളാം. ലോകപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേണേ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാലും ഞാൻ വേണേ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. സാർ നോർമൽ അല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ഫ്രീ 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 അല്ലേ സാർ? അത് കിടന്നോട്ടെ. നീ എന്തിനാണ് റോഡിൽ പാവരിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവരിക്കും. തല്ലിക്കൊള്ളൂ സാർ. സാറിന്റെ കൈത്തെരിപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താനും തല്ലിക്കൊള്ളൂ. സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്ക് വിഷം കലക്കും, ട്രെയിനിന്റെ ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും. എന്നെ ലോക്കപ്പിൽ അടയ്ക്കും. പ്ലീസ്. പറയുന്നു ഇവനകത്തിട്ട് അവൻ അണ്ടറിൽ തൂങ്ങും. ഊരിക്കായാലോ? അതേ ഇട്ടിട്ടില്ല. വേണം നോക്കി. സേലത്തെ കൊല്ലം ലോറി വന്നെങ്കിൽ ഇവനത് കേട്ടുവിട്. ഇടക്കിറക്കി പറയണം. അവസ്ഥയിട്ട് പോയപ്പോൾ ശല്യം ഒഴിഞ്ഞു.
തുറക്കരുത്. ഞാൻ വരില്ല. ഞാൻ